വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് കാരണം പ്രതിയുടെ പ്രണയത്തെ അടുത്ത ബന്ധുക്കൾ എതിർത്തതാകാമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതി അഫാൻ തന്റെ പ്രണയത്തെക്കുറിച്ച് മറ്റു ബന്ധുക്കളെ അറിയിക്കാനും ബന്ധുക്കളിൽ നിന്നും അനുമതി വാങ്ങാനും 2 ദിവസം മുൻപ് പിതാവിന്റെ ഉമ്മ സൽമ ബീവിയുടെയും വീട്ടിലെത്തി അവരെ ഏൽപ്പിച്ചു. എന്നാൽ സൽമ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കൾ ഇതിനെ എതിർത്തതാകാം പ്രതിയെ പ്രകോപിതനാക്കാനും ക്രൂര കൊലപാതകത്തിന് എത്തിച്ചതെന്നുമാണ് നിഗമനം. പ്രതിയുടെ വീട്ടിൽ നിന്നും 25 കിലോമീറ്ററോളം ദൂരമുണ്ട് സൽമയുടെ വീട്ടിലേക്ക്. പ്രതി ഇരുചക്രവാഹനത്തിൽ ഉച്ചക്ക് ഇവിടെ എത്തിയത് സമീപവാസികൾ കണ്ടവരുമുണ്ട്. സൽമ ബീവിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവരുടെ 2 പവൻ വരുന്ന മാല പൊട്ടിച്ചെടുത്ത് വെഞ്ഞാറമൂട്ടിലെ ഒരു സ്വകാര്യ ബാങ്കിൽ പണയം വെച്ച് ചുറ്റികയും കത്തിയും വാങ്ങി. തുടർന്ന് പെൺസുഹൃത്തിനെ ബൈക്കിൽ സ്വന്തം വീട്ടിലെത്തിച്ച ശേഷം ചുള്ളാളത്തുള്ള പിതൃസഹോദരന്റെ വീട്ടിലെത്തി പിതൃസഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തി. ധരിച്ചിരുന്ന ഷർട്ട് മാറ്റി ബൈക്കിൽ കരുതിയിരുന്ന ഷർട്ട് തിരിച്ച് വീട്ടിലെത്തി. സ്കൂളിൽ നിന്നെത്തിയ അനുജൻ അഫ്സാനുമായി വെഞ്ഞാറമൂട്ടിലെത്തി കുഴിമന്തി കഴിച്ച ശേഷം തിരികെ വീട്ടിലെത്തിയാണ് അനുജനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്താൻ ശ്രമിച്ച മാതാവ് ഷെമി ഗോകുലം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിലാണ്. ഇവരുടെയെല്ലാം മരണം ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രതി പോലീസിൽ കീഴടങ്ങിയത്. പണം ഞങ്ങൾ തരും. നാട്ടിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പ്രതി ഇടക്ക് വിദേശത്ത് പോയിരുന്നു. നാട്ടിലെത്തി മറ്റു ജോലികൾക്ക് ശ്രമിച്ചിരുന്ന ഇയാൾക്ക് സാമ്പത്തിക ബാധ്യത ഉള്ളതായി അറിയില്ലെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. കടം കാരണം ജീവിതം മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് അഫാൻ കീഴടങ്ങിയപ്പോൾ പറഞ്ഞത്. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് പോലീസിന്റെ കണ്ടെത്തലും. ഇന്ന് അഫാന്റെ വിശദമായ മൊഴിയെടുക്കും. ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഇന്നലെ രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിയുടെ മൊഴിയെടുക്കാൻ എത്തിയെങ്കിലും അതിന് സാധിച്ചില്ല. പ്രതിയുടെ മാനസികാവസ്ഥ ശരിയല്ലാതിരുന്നതിനാൽ 1 മണിക്കൂറോളം കാത്തുനിന്ന ശേഷം അദ്ദേഹം മടങ്ങുകയായിരുന്നു. അഫാന്റെ മൊഴി കൂടി പരിശോധിച്ച ശേഷം കൂടുതൽ വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം അഫാൻ വിളിച്ചതിന് പിന്നാലെ ഫർസാന മുക്കുന്നൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലൂടെ നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അഫാന്റെ സഹോദരൻ അഫ്സാന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.